നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, വേറെ ആർക്കും നഷ്ടപ്പെടില്ല. റീച്ച് കിട്ടേണ്ടവർക്ക് റീച്ച് കിട്ടി, അവർക്ക് കിട്ടേണ്ട വരുമാനം അവർക്ക് കിട്ടി. അത്രയും ഉള്ളിനുള്ളിൽ പിടിച്ചു വെച്ചിട്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചത്. പക്ഷെ ഞാനത് അത്ര അവൻ അങ്ങനെ ഒരു കടുകൈ ചെയ്യുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. ഏതൊരു വിഷയം തന്നെ അവന് ഞാൻ മറച്ചു വെക്കാനുള്ളതായിട്ട് ഒന്നുമില്ല, ലോകത്തൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് പറയണത് ഇങ്ങനെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ട്. എൻ്റെ മകനൊക്കെ പൊട്ടി കരയണം. ഇന്നലെ ദീപകങ്ങളെ കാണുന്നതാണ്. എൻ്റെ വൈഫ് അടക്കം പറഞ്ഞ് അത് ആ കുട്ടീൻ്റെ ഒരു ആസൂത്രിതമായിട്ട് തോന്നിയത്. അപ്പം നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവനോട് പറഞ്ഞാണ്. നമസ്കാരം. കോഴിക്കോട് യുവാവിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അവന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നവർ ആവശ്യപ്പെട്ടു. ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാരോപിച്ചുകൊണ്ട് യുവതി വീഡിയോ ചെയ്തതിനു ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നുവെന്നും അതാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ദീപകിന്റെ ബന്ധുക്കൾ കൂട്ടിച്ചേർത്തു. ഇതുവരെ യാതൊരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ദീപകിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് യുവതി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് എന്ന് ആരോപിച്ച് നിയമ നടപടികൾക്ക് മുതിരുകയാണ് ദീപകിന്റെ കുടുംബം. ദീപക് എന്നാണ് എൻ്റെ എല്ലാം. ഞാൻ ആദ്യമായിട്ട് ഒരു ആളോട് സൗഹൃദ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവനോട് മാത്രമായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്താണ്, ഒരുമിച്ച് ജോലി സ്ഥലത്ത് തുടങ്ങിയ ബന്ധമാണ്. അത് ഇത്രയും വർഷം ഒരു പിണക്കവും ഇല്ലാതെ നീണ്ടു നിന്ന തന്നെ ദൈവാനുഗ്രഹമാണ്. അത്രയും നല്ല രീതിയിലുള്ള ആളാണ് അവന്. അവനായിട്ട് ഇന്ന് ഞങ്ങളാരും ഒരു വേണ്ടാത്ത രീതിയിലോ ഒരു വേണ്ടാത്ത ചിന്താഗതിയിലോ ഒരു വേണ്ടാത്ത ഒരു പരാതിയിലോ ഇത്രയും കാലമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അത്രയും 4 സുഹൃത്തുക്കൾ അത്രയും നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അതിലവന് കൂടുതൽ അടുപ്പം എന്നോട് തന്നെ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അവൻ എല്ലാ കാര്യങ്ങളും എന്നോടാണ് ഷെയർ ചെയ്യല്. അവന് മറ്റുള്ളവർ ആരായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിലും അവൻ എന്നോട് ഷെയർ ചെയ്യും. ഏതൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ മറച്ചു വെക്കാനുള്ളതായിട്ട് ഒന്നുമില്ല, ലോകത്തൊന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയം ഞാനാണ് അവനോട് ആദ്യം അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യണുണ്ട്, നിനക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്, നീ തെറ്റുകാരനല്ല. വീഡിയോ കണ്ടതിലൂടെ എൻ്റെ വൈഫ് അടക്കം പറഞ്ഞ് അത് ആ കുട്ടീൻ്റെ ഒരു ആസൂത്രിതമായിട്ടാണ് തോന്നിയത്. അപ്പം നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവനോട് പറഞ്ഞാണ്. അപ്പോൾ അവന് ആദ്യമൊക്കെ ഒരു നോർമൽ ധൈര്യം നിന്ന്. പക്ഷെ അത് പിന്നെ ഇന്നലെ അല്ല മെഞ്ഞാന്ന് നല്ല കൂടുതലായിട്ട് വിളികൾ വരാൻ തുടങ്ങി അവന് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അവനും പാനിക്കായി. അപ്പം പാനിക്കാണ് അവനോട് പറയണത് ഇങ്ങനെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ അതിൽ 90% ആൾക്കാർ നല്ല കമൻറ്റുകളാണ് പറയണത്, അവനെ അനുകൂലിച്ചിട്ടാണ് പറയണത്. എന്നാൽ അവന് ആ ചെറിയൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ മെഞ്ഞാന്ന് രാത്രി ഒരു 9:30 ഞാൻ അവനായിട്ട് സംസാരിച്ച സമയത്ത് അവനിങ്ങനെ ഈ വിഷമം പങ്കുവെച്ചാൽ ഞാൻ പറഞ്ഞു, നീ ഒന്നും കൂടി ഭയപ്പെടണ്ട, നാളെ രാവിലെ ഞാൻ വന്നിട്ട് നമുക്ക് വക്കീലിനെ കണ്ട് സംസാരിക്കാം. അപ്പോൾ അവൻ ആ വിഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കും എന്നോട് നല്ല രീതിയിലാണ് സംസാരിക്കണത്. പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല, അതാണ് വിഷമമാണത്. അവൻ അത്രയും ഉള്ളിനുള്ളിൽ പിടിച്ചു വെച്ചിട്ടാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചത്. പക്ഷെ ഞാനത് അത്ര അവൻ അങ്ങനെ ഒരു കടുകൈ ചെയ്യുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. കാരണം അവൻ അങ്ങനത്തെ ക്യാരക്ടറല്ല, അവൻ ബോൾഡാണ്. എനിക്കൊക്കെ എന്തൊക്കെ വിഷമങ്ങൾ വന്നു, എനിക്കെന്നല്ല എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും മുന്നിൽ അവനാണ്ടാവൽ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലെ കുട്ടികളടക്കം എന്ന് പറയണേ, എൻ്റെ മകനൊക്കെ പൊട്ടി കരയണം. ഇന്നലെ ദീപകങ്ങളെ കാണുന്നതാണ്. അത്രയും സ്നേഹമാണ് അവനോട്, എല്ലാവരോടും നല്ല സ്നേഹമാണ്. ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ഈ ആൾക്കാർക്കും അവനെ പരിചയമാണ്. അവരൊക്കെ ഇന്നലെ എത്തിയിട്ടുമുണ്ട്, അവർക്കൊക്കെ പരിചയമാണ് അവൻ അത്രയും നല്ല രീതിയിൽ നിൽക്കുന്ന പയ്യനാണ്. അവനൊരിക്കലും ഇങ്ങനെ ചെയ്യൂല, അവൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ അങ്ങനത്തെ ഒരു ചിന്താഗതി ഇതുവരെ ഞങ്ങളായിട്ട് ഇട്ട് കൊടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതികൾ ഞങ്ങളെ രീതിയിൽ ജീവിക്കണം. ആർക്കും ഒരു അൽബില്ല. ഞങ്ങളെ പറ്റി അന്വേഷിച്ചാൽ തന്നെ അറിയാം. ഞങ്ങൾ ഒരു കേസ് കെട്ടിനോ ഒരു അലമ്പിനോ ഒരു രാഷ്ട്രീയപരമായിട്ട് വരെ ഒരു അലമ്പിന് നമ്മൾ നിൽക്കില്ല. അവനവൻ്റെ ജീവിതം ജീവിക്കുക, 4 സുഹൃത്തുക്കളായിട്ട് ജീവിക്കുക, അച്ഛനമ്മക്ക് സന്തോഷം കൊടുക്കണ ഇതിൽ ജീവിക്കുക. ഇപ്പം എൻ്റെ വീട്ടിലായാലും അവൻ്റെ വീട്ടിലായാലും സുഹൃത്തുക്കളെ വീട്ടിലായാലും ഞങ്ങൾ ആ ഒരു പെരുമാറ്റം തന്നെ അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് ആരെ പറ്റി അന്വേഷിച്ചാലും ഞങ്ങളെ പറ്റി അന്വേഷിച്ചാൽ അറിയാം. ഞങ്ങൾ ഒരു വേണ്ടത്തരത്തിൽ പോലും പോകാത്തത്. അങ്ങനത്തെ അവനത് ചെയ്താൽ ഞാൻ വിശ്വസിക്കില്ല. ഇതൊക്കെ ലോകം കണ്ടതാണ് എന്താ സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തി ഇനി ഇതിനെ ആര് ന്യായീകരിച്ചാലും അതിന് ഞങ്ങൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്, വേറെ ആർക്കും നഷ്ടപ്പെടില്ല. റീച്ച് കിട്ടേണ്ടവർക്ക് റീച്ച് കിട്ടി, അവർക്ക് കിട്ടേണ്ട വരുമാനം അവർക്ക് കിട്ടി. ഇതിലൂടെ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെടൽ മാത്രമേ ഉള്ളൂ. ആ അച്ഛനമ്മൻ്റെ വേദന കാണാൻ പോലും കരുത്തില്ല. എങ്ങനെയാണ് രാവിലെ അച്ഛനമ്മനോട് സംസാരിക്കാൻ പോലും ഒരു ഇത് കിട്ടണില്ല. അവരാ ദുഃഖത്തിൽ എങ്ങനെ പങ്കുചേരും ഒന്നും അറിയണില്ല. ഇതിനൊക്കെ കാരണക്കാരവർ എവിടൊക്കെ ജീവിക്കുന്നുണ്ട്. അവരിവിടെ നാട്ടിലുണ്ടോയെന്ന് പോലും അറിയില്ല. അവരെവിടെ വെച്ച് ജീവിക്കണം, അവർക്കൊന്നും സമാധാനം ഉണ്ടാവില്ല. അവരത്രയ്ക്ക് നീചമായ കാര്യങ്ങളാണ് ചെയ്തത്. എന്തായാലും ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു ഉത്തരം കിട്ടുന്നവരെ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അതിന് വേണ്ടപ്പെട്ടവരൊക്കെ സമീപിച്ചിട്ടുണ്ട്, അവരൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഇനിയും സപ്പോർട്ട് വന്നുകൊണ്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകും, ഇതിനൊരു അറ്റം കിട്ടണ വരെ.